കുഞ്ഞുങ്ങളെ ചോദ്യം ഇതാണ്. 5^11 ഇൻറ്റു 5^2k-9 ഇൻറ്റു 5k+60 5^51 തുല്യമെങ്കിൽ കെയുടെ വാല്യൂ കാണാനാണ്. അപ്പോൾ ഈ ഒരു ചോദ്യത്തിൽ ബേസുകളെല്ലാം സെയിം ആണ്. അതുതന്നെയാണ് നമുക്കിവിടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ബേസ് പാദത്തിൽ വരുന്ന സംഖ്യകൾ ലെഫ്റ്റിലും റൈറ്റിലും എല്ലാം സെയിം തന്നെയാണ്. ഇനി ഞാൻ ചോദിക്കട്ടെ, ബേസ് സെയിം ആയിട്ട് വരുന്ന രണ്ട് സംഖ്യകളെ ഗുണിക്കാൻ എന്ത് ചെയ്താൽ മതി? പവറുകളെ എല്ലാം കൂടെ കൂട്ടി വെച്ചാൽ മതി. ബേസ് സെയിം ആകുന്ന സംഖ്യകളെ തമ്മിൽ ഗുണിക്കാൻ പവറുകളെ തമ്മിൽ കൂട്ടി വെച്ചാൽ മതി. അപ്പോൾ ലെഫ്റ്റ് സൈഡിലെ കാൽക്കുലേഷൻ നമുക്ക് ഇങ്ങനെ പ്രൊസീഡ് ചെയ്യാം. ബേസ് അങ്ങനെ തന്നെ നിൽക്കട്ടെ 5. ഇനി ഗുണിക്കുക എന്ന് പറഞ്ഞതുകൊണ്ട് പവറുകളെല്ലാം കൂടെ കൂട്ടി വെക്കുക. ഞാൻ 11 ഉണ്ട്, 2k-9 ഉണ്ട്, അതിൻ്റെ കൂടെ ആരും ഉണ്ട്, ഒരു k+16 ഉണ്ട്. ഇതാണ് ലെഫ്റ്റ് സൈഡിലെ റിസൾട്ട് എന്ന് പറയുന്നത്. റൈറ്റ് സൈഡിൽ എന്തുണ്ട്? 5^51 ഉണ്ട്. ഇപ്പോൾ ഒന്ന് നോക്കി, ബേസുകൾ അപ്പുറം ഇപ്പുറം ബാലൻസ് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് പവറുകളെ മാത്രം ശ്രദ്ധിച്ചാൽ മതി. എന്ന് പറഞ്ഞാൽ പവറുകൾ മാത്രം എടുത്തെഴുതിയാൽ ലെഫ്റ്റ് സൈഡിലെ പവർ 11 + 2k-9 + k+16 എന്നതാ. റൈറ്റ് സൈഡിലെ പവർ എത്രയാ? 51 ആണ്. കാൽക്കുലേഷൻ പ്രൊസീഡ് ചെയ്താലോ? ആദ്യം കെയുടെ പാരാമീറ്റേഴ്സ് പറ. 2kയും kയും കൂടെ ചേരുമ്പം 3k എന്നായി മാറും. ഇനി സംഖ്യകളൊന്ന് ഹാൻഡിൽ ചെയ്താലോ? 11ഉം 16ഉം 27, 27 9 പോയാൽ 18. ഒന്നും കൂടെ 11ഉം 16ഉം കൂട്ടിയാൽ 27, 27 9 പോയാൽ 18 ആണ്. അപ്പോൾ നമുക്ക് കിട്ടും 3k + 18ൻ്റെ വിലയാണ് 51 എന്ന് കിട്ടും. ക്ലിയർ ആയോ? അങ്ങനെങ്കിൽ 3k എത്ര എന്ന് ചോദിച്ചാൽ 51 - 18. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നത് 3kയുടെ വിലയാണ്. 3k 33 എന്ന് കിട്ടും. നമുക്കറിയേണ്ട k എത്ര എന്നാ? 33/3 kയുടെ വില 11. ക്ലിയർ ആയോ? ഓക്കെ, താങ്ക് യു.